അടുത്ത ഭാവിയിൽ ഒരു വലിയ സൗരജ്വാല ഓസോൺ പാളിയെ നശിപ്പിക്കുകയും ഭൂമിയെ വാസയോഗ്യമല്ലാത്ത തരിശുഭൂമിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ലോകമെമ്പാടും അതിശക്തമായ കാലാവസ്ഥാ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നിഴലുകളിൽ കഴിയാത്ത എല്ലാ ജീവജാലങ്ങളെയും സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ ചുട്ടരിക്കുന്നു. ജ്വാലയ്ക്ക് ശേഷം 15 വർഷം കഴിഞ്ഞിരിക്കുന്നു. എഞ്ചിനീയറായ ഫിഞ്ച് തന്റെ റോബോട്ട് പങ്കാളിയായ ഡ്വേയുമൊത്ത് സാധനങ്ങൾ തേടി പുറത്തിറങ്ങുകയാണ്. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ സംരക്ഷിക്കുന്ന റേഡിയേഷൻ അളവ് കൂടുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്ന ഒരു പ്രത്യേക സ്യൂട്ട് അദ്ദേഹം ധരിക്കുന്നു. ഫിഞ്ച് ഒരു ചെറിയ പാട്ട് പാടുന്നതിനിടെ അവർ ഒരു കടയിൽ ചുറ്റി നടന്ന് നായയുടെ ഭക്ഷണം ഉൾപ്പെടെ കിട്ടിയതെല്ലാം എടുക്കുന്നു. തറയിൽ ധാരാളം മൃതദേഹങ്ങളുണ്ടെങ്കിലും അവർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സാധനങ്ങൾ എടുത്തു കഴിഞ്ഞ ശേഷം ഭാവിയിൽ ആ കെട്ടിടം കാലിയാക്കിയെന്നറിയാനായി ഫിഞ്ച് അവിടെ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം ഫിഞ്ച് ഒരു ട്രക്കിൽ കയറി താൻ അടയാളപ്പെടുത്തിയ ഭൂപടം ഉപയോഗിച്ച് ഇപ്പോൾ മണലിൽ മൂടിക്കിടക്കുന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട നഗരത്തിലൂടെ ഓടിക്കുന്നു. ചുറ്റും ആളുകളില്ലാത്തതിനാൽ ട്രക്ക് ഉപയോഗിച്ച് കാറുകൾ തള്ളിമാറ്റുന്നതിൽ ഫിഞ്ചിന് മടിയില്ല. പെട്ടെന്ന് അടുത്തുവരുന്ന ഒരു വലിയ കൊടുങ്കാറ്റിനെക്കുറിച്ച് ഫിഞ്ചിന്റെ സ്യൂട്ട് മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ അദ്ദേഹം കഴിയുന്നത്ര വേഗത്തിൽ ഓടിച്ചുപോകാൻ ശ്രമിക്കുന്നു. ധാരാളം കാറുകളിൽ തട്ടിയ ശേഷം അദ്ദേഹം സമയത്തിന് നഗരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. താമസിയാതെ അദ്ദേഹം തന്റെ ഭൂഗർഭ ലബോറട്ടറിയിലെത്തുന്നു. അത് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്പേസ് എനർജി കമ്പനിയായിരുന്നു. കൊടുങ്കാറ്റ് അടുത്തുവരുന്നു. പക്ഷേ ഫിഞ്ച് ഡ്വേയെ വലിച്ചിഴച്ച് കാറ്റിൽ പറന്നുപോകാതിരിക്കാൻ വേഗത്തിൽ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അകത്ത് സുരക്ഷിതനായ ശേഷം ഫിഞ്ച് തന്റെ സ്യൂട്ടും ഡ്വേയെയും നന്നായി വൃത്തിയാക്കുന്നു. എന്നിട്ട് അദ്ദേഹം കുളിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ചുമ തുടങ്ങുന്നു. താൻ ഏൽക്കേണ്ടി വന്ന റേഡിയേഷൻ കാരണം അദ്ദേഹം പതിയെ മരിക്കുകയാണെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. എല്ലാം സുരക്ഷിതമായി വൃത്തിയാക്കിയ ശേഷം ഫിഞ്ച് തന്റെ അപ്പാർട്ട്മെന്റായി മാറ്റിയ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ അദ്ദേഹത്തിന്റെ നായയായ ഗുഡ്ഡിയർ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അവർ ധാരാളം കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്ത ശേഷം ഫിഞ്ച് കണ്ടെത്തിയ നായഭക്ഷണം ഗുഡ്ഡിയർ കഴിക്കുന്നു. എന്നാൽ തന്റെ സാധനങ്ങൾ കുറവായതിനാൽ ഫിഞ്ച് ഒരു പാനീയം മാത്രം കുടിക്കുന്നു. ഇന്നത്തെ ശേഖരം അദ്ദേഹം ഫ്രിഡ്ജിൽ വയ്ക്കുന്നു. ഒരു പീച്ച് ടിന്നിലേക്ക് നോക്കിപ്പോകുന്നു. പക്ഷേ അതൊരു പ്രത്യേക നിമിഷത്തിനായി മാറ്റിവെക്കാൻ സ്വയം ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം ഫിഞ്ച് തന്റെ പ്രധാന പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്നു. താൻ മരിച്ചുപോയ ശേഷം ഗുഡ്ഡിയറിനെ പരിപാലിക്കാൻ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കുക എന്നതാണത്. ഒരു റോബോട്ട് കൈ ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും എടുത്ത് ഒരു സ്കാനറിലേക്ക് നൽകുന്നു. അത് എല്ലാ അറിവുകളും ഫിഞ്ച് റോബോട്ടിന്റെ മനസ്സിനായി ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഡാറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഗുഡ്ഡിയറിനായി ഒരു പന്ത് എറിഞ്ഞുകൊടുക്കാൻ മാത്രമാണ് അദ്ദേഹം തന്റെ ജോലിയിൽ നിന്ന് ഇടവേളയെടുക്കുന്നത്. അത് സന്തോഷത്തോടെ അത് തിരികെ കൊണ്ടുവരുന്നു. വൈകുന്നേരം ഫിഞ്ച് റേഡിയേഷനെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിക്കുന്നു. തനിക്ക് എത്ര കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി വിഷാദത്തിലാകുന്നു. ഉറങ്ങുന്നതിനു പകരം സമയം വൈകുന്നതിനു മുമ്പ് റോബോട്ടിനെ പൂർത്തിയാക്കാൻ അദ്ദേഹം ജോലി തുടരാൻ തീരുമാനിക്കുന്നു. തല ഏകദേശം പൂർത്തിയായി, കണ്ണ് മാത്രമേ ഇനി വെക്കാനുള്ളൂ. അതിനാൽ അദ്ദേഹം ഡ്വേയുടെ കണ്ണുകൾ എടുക്കുകയും പിന്നീട് പകരം വെക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്യുന്നു. റോബോട്ട് പ്രവർത്തിപ്പിച്ചപ്പോൾ അതിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല.